Welcome students. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡീവിയേഷൻ ഓഫ് റിയൽ ഗ്യാസസ് ഫ്രം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഐഡിയൽ ഗ്യാസസ് ഫോളോ ദ ഇക്വേഷൻ PV = nRT. റിയൽ ഗ്യാസസിന്റെ കേസിൽ ലോ പ്രഷറും ഹൈ ടെമ്പറേച്ചർ കണ്ടീഷനിൽ മാത്രമാണ് അതിന് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഫോളോ ചെയ്യാൻ പറ്റുന്നുള്ളൂ. Why is it so? അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ടേം ആയിട്ട് ഫെമിലറൈസ് ആകാം. ദാറ്റ് ഈസ് കംപ്രസിബിലിറ്റി ഫാക്ടർ. കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഗിവ്സ് us ദ ഡീവിയേഷൻ ഫ്രോം ഐഡിയൽ ബിഹേവിയർ. അപ്പൊ അത് നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് PV/PV ഓഫ് ഐഡിയൽ ഗ്യാസ്. ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ എന്താണ് PV = nRT. ഇത് നമ്മുടെ റിയൽ ഗ്യാസിന്റെ പ്രഷറും വോള്യൂമാണ്. ഇത് ഐഡിയൽ ഗ്യാസിന്റെ പ്രഷറും വോള്യൂം ഇൻ ടേംസ് ഓഫ് ഗ്യാസ് കോൺസ്റ്റന്റ് ആൻഡ് ടെമ്പറേച്ചർ. അപ്പോ 1 മോൾ ഓഫ് ഗ്യാസ് ആണെങ്കിൽ n = 1. അപ്പൊ നമുക്ക് ഈ വിനെ VM അതായത് മോളർ വോള്യൂം ആയിട്ട് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷന്റെ കേസിൽ നമുക്കറിയാം ഇവിടെയും PV will be equal to nRT. So compressibility factor will be equal to 1. Okay. So ഏതെങ്കിലും ഗ്യാസ് compressibility factor 1 അല്ലാതെ വേറെ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ that is a real gas. ഇപ്പൊ നമ്മള് ഒരുപാട് ഗ്യാസസിന്റെ compressibility factor versus pressure curve നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ടൈപ്പ് ഒബ്സർവേഷൻസ് ആണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ പല ടൈപ്പ് ഗ്യാസ് ആണ് ഇതിൽ സ്റ്റഡിയിൽ എടുത്തിരുന്നത്. കാർബൺ ഡയോക്സൈഡ്, മീഥേൻ, അമോണിയ, ഹൈഡ്രജൻ, ഹീലിയം, പിന്നെ ഒരു ഐഡിയൽ ഗ്യാസ് ഉണ്ട്. അപ്പൊ ഒരു സൈഡിൽ Y ആക്സിസിൽ നമ്മൾ കംപ്രസിബിലിറ്റി ഫാക്ടർ ആണ് പ്ലോട്ട് ചെയ്യുന്നത്, X ആക്സിസിൽ പ്രഷർ ആണ് പ്ലോട്ട് ചെയ്യുന്നത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ അറ്റ് വെരി ലോ പ്രഷർ for all gases compressibility factor is equal to 1. Z is equal to 1. അതായത് ഈ പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ ഗ്യാസസിലും ഇത് ഈക്വൽ ടു 1 ആണ്. ദാറ്റ് ഈസ് ഓൾ ഗ്യാസസ് അറ്റ് ലോ പ്രഷർ ഷോ ഐഡിയൽ ബിഹേവിയർ. ഇനി അടുത്തത് നമുക്ക് നോക്കാം അറ്റ് വെരി ഹൈ പ്രഷർ. അറ്റ് വെരി ഹൈ പ്രഷർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും Z is more than 1. Z is more than 1. That is these gases become very difficult to compress. അതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മള് പ്രഷർ കൂടുന്നതനുസരിച്ച് മോളിക്കുലർ റിപ്പൾസീവ് ഫോഴ്സസും കൂടും. അപ്പം നമുക്ക് ഗ്യാസിനെ കംപ്രസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഇനി മൂന്നാമത്തെ പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത് വെരി ലോ പ്രഷറാണ്, പിന്നെ നമ്മൾ വെരി ഹൈ പ്രഷറാണ് ഡിസ്കസ് ചെയ്തത്. ആറ്റ് മോഡറേറ്റ്ലി ലോ പ്രഷർ, ഫോർ എക്സാമ്പിൾ 100 അറ്റ്മോസ്ഫിയറിന്റെ അടുത്തല്ലോ. ഫോർ എക്സാമ്പിൾ കാർബൺ മോണോക്സൈഡ്, മീഥേൻ, അമോണിയ, ഈ ഗ്യാസസ് നമ്മൾ നോക്കുവാണെങ്കിൽ അവരുടെ വാല്യൂ Z = 1 കുറവാണ്. Z is less than 1. ദാറ്റ് ഈസ് ഐഡിയൽ ഗ്യാസിനെക്കാളും എളുപ്പത്തിൽ നമുക്ക് ഈ ഗ്യാസസിനെ കംപ്രസ് ചെയ്യാൻ പറ്റും. അതിന് കാരണം എന്ന് പറഞ്ഞാല് അവർ തമ്മിലുള്ള ലോങ് റേഞ്ച് അട്രാക്റ്റീവ് ഫോഴ്സസ് ഡോമിനന്റ് ആണ് ഈ പ്രഷർ വാല്യൂസിൽ. ഇത് കൂടാണ്ട് ഒരു നാലാമത്തെ കേസ് കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഹീലിയം. ഹൈഡ്രജനും ഹീലിയം കേസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ എപ്പോഴും സെഡിന്റെ വാല്യൂ 1 കൂടുതലാണ്. കാർബൺ മോണോക്സൈഡ്, മീഥേനും അമോണിയന്റെ കേസിലും ആദ്യം സെഡ് താഴോട്ട് പോയിട്ട് പിന്നെ ഒരു പർട്ടിക്കുലർ പ്രഷർ കഴിഞ്ഞിട്ട് അത് സെഡ് മോർ ദാൻ 1 ആയി മാറി. ബട്ട് ഹൈഡ്രജൻ ഹീലിയന്റെ കേസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ എപ്പോഴും Z-ന്റെ വാല്യൂ is more than 1. That is, they are less compressible than ideal gas at all pressures. They are less compressible than ideal gas at all pressures because compressibility factor is greater than 1. അതിന്റെ അർത്ഥം എന്താണ്? This implies that Z changes with pressure. ഓക്കെ, അപ്പൊ നമ്മുടെ ബോയിൽസ് ലോ എന്താണ് പറഞ്ഞത്? ബോയിൽസ് ലോ പറഞ്ഞത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ വോള്യൂം
is equal to a constant. Product of pressure and volume is equal to a constant, right? ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ Z changes with pressure. That means ഇത് ബോയിൽസ് ലോ ആയിട്ട് ഡീവിയേറ്റ് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ അത് ബോയിൽസ് ലോ ഫോളോ ചെയ്യാറുണ്ടെങ്കിൽ എപ്പോഴും ഇത് കംപ്രസിബിലിറ്റി ഫാക്ടർ നമുക്ക് 1 ആയിട്ടേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇത്രയും നേരം നമ്മൾ എങ്ങനെയാണ് ആ റിയൽ ഗ്യാസസ് ഇഫക്റ്റ് പ്രഷർ കാരണം അത് ഐഡിയൽ ബിഹേവിയർ കൊണ്ട് വേരി ചെയ്യുന്നതാണ് നമ്മൾ സ്റ്റഡി ചെയ്തത്. ടെമ്പറേച്ചർ ഓൾസോ പ്ലേസ് എ റോൾ ഇൻ ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഇവിടെ സ്റ്റഡി ചെയ്യുന്നത് കംപ്രസിബിലിറ്റി ഫാക്ടർ വേഴ്സസ് പ്രഷർ പ്ലോട്ട് ആണ്. നൈട്രജൻ ഗ്യാസിന്റെ ആണ് നമ്മൾ എടുത്തേക്കുന്നത്. പല ടെമ്പറേച്ചർ -70 തൊട്ട് 50 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയാണ് നമ്മൾ സ്റ്റഡി ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഈ കർവ്സിൽ കാണുന്ന ഈ ഡിപ്പ് അത് കുറഞ്ഞു കുറഞ്ഞു വരുവാണ്. ഓക്കെ, നോക്കിക്കേ, ഇവിടെ ഇത് 50 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഒരു ഡിപ്പും ഇല്ല. ഓക്കെ, 20 ഡിഗ്രീസിൽ ഒരു ചെറിയ ഡിപ്പുണ്ട്. നമ്മൾ പ്രഷർ ഡിക്രീസ് ചെയ്തുകൊണ്ട് വരുമ്പം ദിസ് ഡിപ്പ് ഇൻക്രീസസ്. ഓർ യു ക്യാൻ സേ ദാറ്റ് ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ കർവ്സ് ബിക്കം സ്മോളർ ആൻഡ് സ്മോളർ. ഓക്കെ, രണ്ടാമത്തെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് at 50 degree centigrade at lower pressure, say around 0 to 100 atmosphere വരെ ഈ കർവ് ഓൾമോസ്റ്റ് ഹൊറിസോണ്ടൽ ആണ്. ദാറ്റ് ഇസ് Z is almost equal to 1. That is PV is equal to constant. So Boyle's law ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. So the pressure range of pressure within this at 50 degree centigrade ആണ് അത് Boyle's law obey ചെയ്യുന്നത്. സോ ആ പ്രഷർ റേഞ്ചിൽ 50 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് നൈട്രജന്റെ ബോയിൽസ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബോയിൽ പോയിന്റ്. ഇനി ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ബിലോ ദിസ് ടെമ്പറേച്ചർ, ബിലോ ദ ബോയിൽ ടെമ്പറേച്ചർ നമ്മൾ നോക്കുവാണെങ്കിൽ ആദ്യം കംപ്രസിറ്റീവ് ഫാക്ടർ ഡിക്രീസ് ചെയ്യും. അതൊരു മിനിമം വാല്യൂ അപ്രോച്ച് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ കംപ്രസിബിലിറ്റി ഫാക്ടർ ഇൻക്രീസ് ചെയ്യും according to increase in pressure. ഇനി നമ്മുടെ ടെമ്പറേച്ചർ above 50 degree centigrade ആണെങ്കിൽ the value of Z shows a continuous rise with increase in pressure. അതായത് ഇത് 50 ഡിഗ്രി നമുക്ക് ഓൾറെഡി ഒരു സ്ട്രേറ്റ് ലൈൻ ഉണ്ട്. ഇനി നമ്മൾ ഹയർ ടെമ്പറേച്ചർ പോവുകയാണെങ്കിൽ വീണ്ടും നമ്മുടെ കംപ്രസിബിൾ ഫാക്ടർ സ്റ്റഡി ആയിട്ട് ഇൻക്രീസ് ചെയ്യും വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ. ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബോയിൽസ് ടെമ്പറേച്ചർ ഇസ് ഡിഫറെന്റ് ഫ്രോം ഡിഫറെന്റ് ഗ്യാസസ്. ഫോർ എക്സാമ്പിൾ ഹീലിയമിന്റെ കേസിലൊക്കെ അത് -250 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് റിയൽ ഗ്യാസസ് ഈ ടെമ്പറേച്ചറും പ്രഷർ അനുസരിച്ചും അവർക്ക് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ വെച്ച് ഇങ്ങനെ വ്യത്യാസം വരുന്നത്? വൈ ഡു ദേ ഡീവിയേറ്റ്? വാട്ട് ഇസ് ദ റീസൺ ഫോർ ദാറ്റ്? അതിന്റെ ആൻസർ എടുക്കുന്നത് കൈനറ്റിക് ഗ്യാസ് തിയറിയിലാണ്. കൈനറ്റിക് ഗ്യാസ് തിയറിയിലെ 2 പോസ്റ്റുലേറ്റ്സ് ഉണ്ട് which do not hold good under all conditions of temperature and pressure. ആ 2 പോസ്റ്റുലേറ്റ്സ് ഏതാണ്? ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് the volume occupied by molecules themselves is negligible as compared to the total volume occupied by the gas. ഈ പോസ്റ്റുലേറ്റ് നമുക്ക് ഓർഡിനറി കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചറും പ്രഷറും മാത്രമേ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തപ്പോ അതിൽ ഭയങ്കരമായിട്ട് വേരിയേഷൻ ഉണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാന്ന്. ഫോർ എക്സാമ്പിൾ പ്രഷർ ഒത്തിരി കൂടുതലാണെങ്കിൽ വോള്യൂം ഓഫ് ദ ഗ്യാസ് എന്താവും? ബോയിൽസ് അനുസരിച്ച് പ്രഷർ കൂടുമ്പോൾ വോള്യൂം വിൽ ഡിക്രീസ്. പക്ഷെ ഗ്യാസിന്റെ വോള്യൂം മാത്രമേ ഡിക്രീസ് ചെയ്യുന്നുള്ളൂ. വോള്യൂം ഓഫ് മോളിക്യൂൾസ് ഡിക്രീസ് ചെയ്യില്ലല്ലോ. അപ്പൊ അവരുടെ സ്പേസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് കുറഞ്ഞു 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 വരികയാണ്. ബിക്കോസ് മോളിക്യൂൾസ് ആർ ഇൻകംപ്രസിബിൾ. മോളിക്യൂൾസ് വോള്യൂം ഒരിക്കലും കുറയുന്നില്ല, ഗ്യാസിന്റെ മോളിക്യൂൾ മാത്രമേ കുറയുന്നുള്ളൂ. സോ അണ്ടർ കണ്ടീഷൻസ് ഓഫ് ഹൈ പ്രഷർ വോള്യൂം ഓക്യുപ്പൈഡ് ബൈ ദ ഗ്യാസ് മോളിക്യൂൾ വിൽ നോ ലോnger ബി നെഗ്ലിജിബിൾ ആസ് കമ്പയർഡ് ടു ടോട്ടൽ വോള്യൂം ഓഫ് ദ ഗ്യാസ്. അതായത് ഗ്യാസ് മോളിക്യൂൾസ് ഓക്യുപ്പൈ ചെയ്യുന്ന വോള്യൂം സിഗ്നിഫിക്കന്റ് ആണ് ആസ് കമ്പയർഡ് ടു ടോട്ടൽ വോള്യൂം ഓഫ് ദ ഗ്യാസ്. അതുമാത്രമല്ല, നമ്മൾ ടെമ്പറേച്ചർ വല്ലാണ്ട് കുറയ്ക്കുകയാണെങ്കിൽ the volume of the gas decreases, but molecules volume decrease ചെയ്യുമോ? ഇല്ല.
it will almost remain the same. So we can say that high pressure low temperature നമ്മുടെ ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ ഫോളോ ചെയ്യുന്നില്ല. ഇനി സെക്കൻഡ് പോസ്റ്റുലേറ്റ് നമുക്ക് നോക്കാം. സെക്കൻഡ് പോസ്റ്റുലേറ്റ് പറയുന്നത് there is no force of attraction between molecules of a gas. Is it true? No. At very low temperature or high pressure intermolecular forces എന്താണ് ഭയങ്കര സിഗ്നിഫിക്കന്റ് ആണ്. ബിക്കോസ് മോളിക്യൂൾസ് ഒത്തിരി ക്ലോസ് വരും. There will be attractive forces. Okay. So they will be captured by one another due to attractive forces. So real gases show ideal behavior when conditions of temperature and pressure are such that intermolecular forces are practically negligible. But temperature and pressure ഒത്തിരി significant role ഉണ്ട് ഈ forces of attraction. Obviously molecules അടുത്ത് വരുമ്പം there will be forces of attraction. Right? അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചറും പ്രഷറിന്റെ കണ്ടീഷൻസ് എങ്ങനെയായിരിക്കണം? they should be such that intermolecular forces അല്ലെങ്കിൽ should be negligible അല്ലെങ്കിൽ the molecules should be far apart. far apart എപ്പോഴാവുന്നത്? ഭയങ്കര ഹൈ ടെമ്പറേച്ചറും ലോ പ്രഷർ ആണെങ്കിൽ മാത്രമാണെങ്കിൽ മോളിക്യൂൾസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. സോ റിയൽ ഗ്യാസസ് ഷോ ഐഡിയൽ ബിഹേവിയർ ഓൺലി വെൻ പ്രഷർ അപ്രോച്ചസ് 0. അതുകൊണ്ട് നമുക്ക് ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് കറക്റ്റ് അല്ല. ഐഡിയലി വി ക്യാൻ സേ ദാറ്റ് ദർ ഇസ് നോ ഐഡിയൽ ഗ്യാസ്. വി ഹാവ് ഓൺലി റിയൽ ഗ്യാസസ്. സോ നമുക്ക് ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇനി ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ മോഡിഫൈ ചെയ്യണം so that it fits the conditions of real gases. ആ ടോപ്പിക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.